വ്യാജപ്രായം നൽകി ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് സൃഷ്ടിക്കുന്നത് ഇനി അത്ര എളുപ്പമായിരിക്കില്ല. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാം കൂടുതൽ സുരക്ഷിതമാക്കാൻ മാതൃകമ്പനിയായ മെറ്റ ഒരു വലിയ ചുവടുവയ്പ്പാണ് നടത്തിയിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ യഥാർത്ഥ പ്രായം കണ്ടെത്താൻ മെറ്റ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നു. ഇൻസ്റ്റാഗ്രാമിലെ ഏതെങ്കിലും ഉപയോക്താവ് തന്റെ പ്രായം 18 വയസ്സിന് മുകളിലാണെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ നിരീക്ഷിക്കപ്പെടും. ഉപയോക്താവിന്റെ പ്രസ്താവിച്ച പ്രായം യഥാർത്ഥമാണോ അതോ ഒരു പ്രത്യേക ഉള്ളടക്കം ആക്സസ് ചെയ്യുന്നതിന് അവർ പ്രായം വ്യാജമായി നൽകുകയാണോ എന്ന് മനസ്സിലാക്കാൻ AI സാങ്കേതികവിദ്യ ഉപയോഗിക്കാനാണ് മെറ്റയുടെ നീക്കം. ഉപയോക്താവിന്റെ ഫോട്ടോ, മുഖത്തിന്റെ സവിശേഷതകൾ, ആക്ടിവിറ്റി, ആപ്പിൽ ചെലവഴിച്ച സമയം എന്നിവ നോക്കിയാണ് AI അയാളുടെ പ്രായം കണക്കാക്കുന്നത്. ആരുടെയെങ്കിലും പ്രായത്തിൽ ഇൻസ്റ്റാഗ്രാമിന് സംശയം തോന്നിയാൽ ഉപയോക്താവിന്റെ ഫേസ് സ്കാൻ അല്ലെങ്കിൽ പ്രായം തെളിയിക്കുന്ന ഏതെങ്കിലും സർക്കാർ തെളിവ് ആവശ്യപ്പെടും. ഉപയോക്താവിന്റെ യഥാർത്ഥ പ്രായം 18 വയസ്സിന് താഴെയാണെന്ന് രേഖ കാണിക്കുകയാണെങ്കിൽ അവരുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കായി ടീനേജ് അക്കൗണ്ടായി മാറും. ഇൻസ്റ്റയിലെ കൗമാരക്കാരുടെ അക്കൗണ്ട് പൂർണ്ണമായും സ്വകാര്യമാണ്. അതായത് ഉപയോക്താവിന്റെ പ്രൊഫൈൽ, ഫോട്ടോകൾ, പോസ്റ്റുകൾ എന്നിവ അയാൾക്കറിയാവുന്ന അല്ലെങ്കിൽ അയാൾ പിന്തുടരുന്ന ആളുകൾക്ക് മാത്രമേ ദൃശ്യമാകൂ. ഇതല്ലാതെ അജ്ഞാതരായ ആർക്കും കൗമാരക്കാർക്ക് ഒരു സന്ദേശവും അയക്കാൻ സാധിക്കില്ല. സെൻസിറ്റീവ് ഉള്ളടക്കത്തിൽ നിന്നും അത്തരം അക്കൗണ്ടുകളെ ഇൻസ്റ്റാഗ്രാം അകറ്റി നിർത്തുന്നു. വഴക്കുകൾ, വിദ്വേഷ പ്രസംഗം, സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയ തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളും പോസ്റ്റുകളും വളരെ കുറച്ച് മാത്രമേ കാണിക്കൂ. ഇതുമാത്രമല്ല, ഒരു ടീനേജർ ഒരു ദിവസം 1 മണിക്കൂറിൽ കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ ചെലവഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ അയക്കുകയും രാത്രി 10 മുതൽ രാവിലെ 7 വരെ സ്ലീപ്പ് മോഡ് ഓണാക്കുകയും ചെയ്യും. ഈ സമയത്ത് അവരുടെ ഉറക്കത്തെ ബാധിക്കാതിരിക്കാൻ നെറ്റ് ഓണാണെങ്കിൽ പോലും നോട്ടിഫിക്കേഷനുകളും അയക്കില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.